ദേവദൂതൻ രചന വസീം അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി ജുവലിന്റെ നെഞ്ചിലെ ചൂട് തന്നിലേക്കും പടരുന്നറിഞ്ഞു ഷെറിൻ. എടി നീ കരയാതെ, ഇതിപ്പോ നിന്റെ മാത്രം മനസ്സിലുള്ള പ്രണയ. നിനക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിനക്കറിയില്ലായിരുന്നു അതാരാണെന്ന്. അറിയാതെയാ നീ നെഞ്ചിലേറ്റിയത്. അപ്പൊ അതിൽ തെറ്റില്ല ജുവൽ, നീ അത് മനസ്സിൽ നിന്ന് കളയും. എനിക്കാവുന്നില്ല ഷെറിൻ, അത്രമേൽ ആഴത്തിൽ പതിഞ്ഞുപോയി. എന്താടി എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ എന്താ ആഗ്രഹിച്ചാലും ആശിച്ചാലും ഒന്നിനും വിധിയില്ല. ജുവലിന്റെ മനസ്സിൽ ഇനി വേറൊരാൾ വരില്ല. പറയുന്നതിനോടൊപ്പം തന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെയുള്ള ഒരു പാറക്കെട്ടിലിരുന്നു. നീ ഇങ്ങനെയൊന്നും പറയാതെടി, ഇതൊരിക്കലും നടക്കില്ല. മാത്രമല്ല പുള്ളി ഒരു പുരോഹിതനും. ജുവൽ, ആരെങ്കിലും അറിഞ്ഞ് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയോ നിനക്ക്? അതുകൊണ്ടാ പറയുന്നത്, ഇതാരും അറിയരുത്. നിന്റെ എന്നെയും മനസ്സിൽ തന്നെ കിടന്ന് എരിഞ്ഞ് തീരട്ടെ. അത് ഷെറിൻ, ഫെലിക്സ്, അവനറിയാം. അത് കേട്ടതൊരു ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചവൾ. കുറച്ചു മുമ്പ് അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. എടി അവൻ ഒന്ന് നിർത്തിയ ശേഷം, അവനെല്ലാം അറിയുന്ന പ്രശ്നം. ആരെങ്കിലും ഇത് അറിഞ്ഞാൽ സത്യം ആരും മെനക്കെടില്ല. ഇതിപ്പോ വിശുദ്ധ സിനിമ പോലെ ആയാലും എന്റെ കർത്താവേ. ഷെറിൻ മനസ്സിൽ ആലോചിച്ചു പോയി. എടാ ജുവൽ, നോക്ക്, ആരെങ്കിലും അറിഞ്ഞാൽ കല്ലെറിയാനേ ശ്രമിക്കൂ. പിന്നെ ഒന്നും അറിയാത്ത ആ പാവം ക്രൂശിക്കപ്പെടുകയും ചെയ്യും. വേണ്ടടാ, ഇത് പ്രശ്നമാവും ജുവൽ. ഒന്നാമത് നമ്മുടെ നാട്ടിലെ ആളുകളാ. എന്തെങ്കിലും തീപ്പൊരി കിട്ടാൻ കാത്തിരിക്കാവറ്റുകള് തീ ആളി കത്തിക്കാൻ. ജുവൽ, നമുക്ക് വയറിനായി പോകണം. അല്ലെങ്കിൽ അച്ഛന് സംശയം തോന്നിയ. ഒന്ന് നിർത്തിയ ശേഷം, എടി ഞാൻ പറയുന്ന കേൾക്ക്, നിന്റെ മനസ്സിൽ നിന്ന് എടുത്തുകളെ. കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാം മറക്കാൻ പറ്റും. ജുവൽ, എടി എല്ലാ പ്രണയവും ഒന്നാവാറില്ല. പിന്നെ ഇവിടെ നീ മാത്രമാ പ്രണയിച്ച്. ആ പാവ അച്ഛനൊന്നും അറിയത്തുപോലുമില്ല. പിന്നെ ഇത് പറയുന്നതാവും നല്ലത്, മറ്റൊരാൾ പറഞ്ഞറിയുന്നതിലും ഭേദം. ഒന്ന് നിർത്തിയ ശേഷം, അതിന് ഏറ്റവും നല്ല കുമ്പസാരക്കൂടാ. എന്റെ മനസ്സിലുള്ളെല്ലാം അവിടെ ഒഴുക്കിക്കളേ. നിന്റെ മനസ്സിലുള്ളെല്ലാം അവിടെ ഒഴുക്കിക്കളേ. അച്ഛൻ ദേഷ്യപ്പെട്ടൊന്നും പറയില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിയാടി അവർ തീരുമാനം എടുക്കില്ല. അതും പറഞ്ഞ് ജുവലിനെ ചേർത്ത് പിടിച്ചടക്കുമ്പോൾ ഷെറിൻ അറിയുകയായിരുന്നു അവളുടെ നെഞ്ചിന്റെ വിങ്ങൽ. എന്തോ ഒരു ഉൾഭയം ഷെറിനെയും മൂടി. പൊന്നെ, കരയാണോ? എന്താ പറ്റി? എന്റെ പൊന്നിങ്ങനെ കരയാറില്ലല്ലോ. ഏയ് ഒന്നുമില്ല അന്നമ്മോ, പറഞ്ഞുകൊണ്ട് മുഖാമൃത്തി തുടച്ചു. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയിരുന്നു അവൾ. എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും എന്റെ പൊന്നു കരയാറില്ല. പക്ഷെ ഇപ്പൊ എന്നാ പറ്റിയത്? വല്യമ്മച്ചിയോട് പറ. ചില ഇഷ്ടങ്ങള് അത് നമുക്ക് കിട്ടില്ല അന്നമ്മോ. വെറുതെ മോഹിച്ച് നമ്മളെ കരയിപ്പിക്കും. ജുവലൊരു പൊട്ടി പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അത് വല്യമ്മച്ചി കാണാതിരിക്കാൻ ആവുന്നതും ശ്രമിച്ചു അവള്. ഞാനിപ്പോ വരാട്ടോ. അതും പറഞ്ഞുകൊണ്ട് കുളിമുറിയിലേക്ക് ഒരു വാതിലടച്ച് പൈപ്പ് തുറന്നു. ശേഷം നിലത്തേക്ക് ഊർന്നിരുന്ന് അലറിക്കരഞ്ഞവൾ. പാലുമായി സൊസൈറ്റിയിലേക്ക് സൈക്കിളിൽ പോകുമ്പോൾ മനസ്സുവല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഒന്ന് കാണാൻ. തെറ്റാണെങ്കിലും തന്റെ മനസ്സ് തുറന്നു പറയാൻ കഴിയില്ലെങ്കിലും ആ മുഖമൊന്ന് കാണാൻ അവളുടെ ഉള്ളിൽ തുടികൊട്ടിക്കൊണ്ടിരുന്നു. തെറ്റാണ് ജീവൻ, പാപമാണ്. അയാളൊരു പുരോഹിതനാ, ബ്രഹ്മചാരി. ഒരിക്കലും നിന്റേതാവില്ല. മനസ്സിൽ ആരോ ഇരുന്ന് പറയും പോലെ. പക്ഷെ സ്നേഹം തെറ്റാണോ? സ്നേഹിക്കപ്പെടും തെറ്റാണോ? അല്ല ജീവൽ, നീ തെറ്റില്ല. നിനക്ക് സ്നേഹിക്കാലോ, അറിയാതെ തന്നെ. ഒരേ സമയം ബുദ്ധിയും വിവേകവും അവളുടെ ഉള്ളിൽ കിടന്ന് പിടിവലി നടത്തിക്കൊണ്ടിരുന്നു. പുകമഞ്ഞിനെ തുളച്ച് തന്നിലേക്ക് വരുന്ന വെളിച്ചം കണ്ടതും സൈക്കിൾ അറിയാതെ യാന്ത്രികമായി പോയിരുന്നവൾ. തന്റെ അടുത്തേക്ക് നിറപുഞ്ചിരിയോടെ വരുന്നവ മാത്രമായിരുന്നു അപ്പോൾ അവളുടെ കണ്ണുകളിൽ. തന്റെ പ്രണയം. ഇവിടെ തെറ്റോ ശരിയോ ഉണ്ടായിരുന്നില്ല, പ്രണയം മാത്രം. ജുവൽ മരിയ തോമസിന്റെ പ്രണയം. ജുവൽ, താനെന്തോടെ കണ്ടിട്ടും ഉണ്ടാവുമെന്ന്. ഈശോമിശിയോക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. അവന്റെ മുഖത്തൊക്കെ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രസന്നമായ മുഖഭാവത്തോടെ അവനത് പറഞ്ഞു. തിരിഞ്ഞോക്കാതിരിക്കാനായില്ല അവൾക്ക്. അവന്റെ ഓരോ വാക്കുകളും അവനിലേക്ക് പ്രണയം എന്ന നൂലിഴ കൊണ്ട് വലിച്ചടുപ്പിക്കും പോലെ അവളുടെ കാലുകൾ അവിടെ നിശ്ചലമായി നിന്നു. ജുവൽ വരില്ലേ കൊയറിന്? കുറച്ച് കുട്ടികളായി താനും വന്ന് പാടി നോക്ക്, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ? പാന്റിന്റെ 2 പോക്കറ്റിലും കൈയിട്ടുകൊണ്ട് അവനത് പറയുമ്പോൾ ആ വാക്കുകൾക്ക് പോലും ഉണർവ് നൽകുന്ന പോലെ തോന്നി അവൾക്ക്. ഞാൻ വരില്ല അച്ഛോ, എനിക്ക് സമയമില്ല, ഞാൻ പോയിക്കോട്ടെ. ഇനി നിന്നാൽ, ആ കണ്ണുകളിൽ നോക്കി നിന്നാൽ മനസ്സിലുള്ളത് പറഞ്ഞു പോകും. അവളത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനുവാദം ചോദിച്ച് മുന്നോട്ട് നടന്നിരുന്നു. അവൾ പോകുന്നതും ആ ഭാവം മനസ്സിലാവാതെ അവിടെ നിന്നുപോയി ആൽബർട്ട്. പശുവിന് കൊടുക്കാനുള്ള പോതപ്പുള്ളി ചെത്തി കൂട്ടിവെച്ച് കയറിട്ട് കെട്ടിയെടുക്കാനായി കുരിഞ്ഞതും വയറിൽ ആരോ ചുറ്റിപ്പിടിച്ച് അവൾ എടുത്തുയർത്തി. നിലവിളിക്കാനായി തുടങ്ങിയതും ഒരു കൈകൊണ്ട് വാപ്പുത്തി അവിടെ ചെത്തിയിട്ടിരിക്കുന്ന പോതയിലേക്ക് അവളെ കിടത്തി. തന്നിലേക്ക് ഒരു ആവേശത്തോടെ അമരാമരുന്നവൻ അറപ്പോടെ നോയിക്കൊണ്ട് കൈകുത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ കവളിൽ ആഞ്ഞടിച്ചിരുന്നവൻ. എങ്ങോട്ടാടി പെടച്ചു പോന്ന്? വിട പന്നി, വിടാൻ! ഞാൻ വിളിച്ചു പോവും. അവന് നേരെ അവൾ അലറി. കൂടെ നിന്റെ ആ മറ്റവനില്ലേ, ആ അച്ഛൻ, അവൻ വരുമെന്ന് നോക്കട്ടെ. ഞാൻ പ്രിയപ്പെട്ടവളെ രക്ഷിക്കാൻ. നീ ഓർത്തോ, നിന്റെ പ്രേമുണ്ടല്ലോ, അത് എനിക്ക് മാത്രമേ അറിയൂ. അത് ഈ നെഞ്ചിലിങ്ങനെ വിങ്ങിക്കിടക്കും. മോളെന്നോട് സഹകരിച്ച, ഇല്ലെങ്കിൽ ഈ നാടും സഭയും എല്ലാം അറിയും. നാറും നീയും ആ പള്ളിയിലച്ഛനും നാറ്റിക്കും ഞാൻ.
ഒരു വെല്ലുവിളി പോലെ അവൻ വിളിച്ചു പറഞ്ഞു. കത്തുന്ന കണ്ണുകളാൽ വെറുപ്പോടെ നോക്കി അവൾ അവനെ. തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ചെന്ന് പറഞ്ഞു. കാരണം ആ പാപ ഈ ജൂവലെ ഏറ്റോളാം. സ്നേഹിച്ചത് ഈ ജൂവല, മനസ്സിൽ കൊണ്ടുവരുന്നത് ഞാനാ. ഈ ജൂവലിന്റെ ഹൃദയത്തിന് ഒരു ഉടമയുണ്ടെങ്കിൽ അത് ഞാൻ സ്നേഹിച്ച ആള് മാത്രമായിരിക്കും. തെറ്റാണെന്നറിയാം, പക്ഷെ അത് തുറന്നു പറയാനും മാപ്പിരിക്കാനും എനിക്കൊരു മടിയുമില്ല. അതിന്റെ പേരിൽ നീ എന്നെ തൊട്ടാ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകും ജൂവൽ മരിയ. കേരള പാട്ടി പറഞ്ഞുകൊണ്ട് അവന് നെഞ്ചിൽ ആഞ്ഞു തള്ളിയതും അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിലത്തേക്ക് കിടത്തിയവൻ. മുട്ടുകുത്തി അവരുടെ ഇടുപ്പിന് ഇരുവശവും വെച്ച് ഞെക്കിയതും വേദന കൊണ്ട് കണ്ണിറുക്കി അടച്ചവൾ. നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാദ്യം ഫെലിക്സ് ജോൺ ആയിരിക്കും മോളെ. അതും പറഞ്ഞ് അവൻ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചു. അവസാനം ഷർട്ട് ഊരി വലിച്ചെറിഞ്ഞു. അവളുടെ ചുരിദാറിൽ പിടുത്തമിട്ട് അവൻ വലിച്ചു കീറാൻ തുടങ്ങിയതും കയ്യിൽ കിട്ടിയ അരിവാൾ അവന് നേരെ വീശിയിരുന്നു. അവന്റെ ചുടി രക്തം അവളുടെ മുഖത്തേക്ക് ചീറ്റി തെറിച്ചു. വേദന കൊണ്ട് അവൻ അലറി പുറകോട്ട് വേച്ചു വീണുപോയതും ചാടി എഴുന്നേറ്റു അവൾ. ആ പിടിവലിയിൽ അവളുടെ നീളമുള്ള മുടി അഴിഞ്ഞു വീണിരുന്നു. ആ രൂപത്തിലും ഭാവത്തിലും അവന് നേരെ അരിവാൾ ഉയർത്തി അവൾ. ഇനി എന്റെ ദേഹത്ത് കൈവച്ചാ വെട്ടെന്ന് പറഞ്ഞാൽ വെട്ടും. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എനിക്ക്, ഓർത്തോ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് പറ്റി അവന്റെ ചുടി രക്തം ചുരിദാറിന്റെ ഷോൾഡറിൽ തുടച്ചു. ശേഷം അവനെ ജ്വലിക്കുന്ന കണ്ണുകളാലൊന്ന് കൂർപ്പിച്ചു നോക്കി പോതപ്പുല്ലെടുത്തുകൊണ്ട് നടന്നിരുന്നു. എന്നെ നോവിച്ച നിന്നെ വിടില ജുവൽ ഞാൻ. എന്റെ കാൽ ചുവട്ടിൽ വീർത്തിക്കുന്ന ഞാൻ. ഇതിന് എന്ത് വേണമെന്ന് അറിയാടി എനിക്ക്. വേദന കൊണ്ട് അലറിയവൻ അവിടെ തന്നെ വീണുപോയി. അവന്റെ കണ്ണിൽ അവളോടുള്ള പക നിറഞ്ഞിരുന്നു. അപ്പോഴും പപ്പ മമ്മി എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഞാൻ മനസ്സുകൊണ്ട് തെറ്റായ ഒരാളെ സ്നേഹിച്ചു, പക്ഷെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിടാനാവുന്നില്ല എനിക്ക്. മമ്മി എന്നെ കൊണ്ടാവുന്നില്ല. തെറ്റാണോ എന്നറിയില്ല പറയുമ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണുനീർ കവിളിനെ തഴുകി. ജുവൽ നീ എന്തോടെ ഇരുന്ന് കരയുന്നു? പുറകിൽ നിന്ന് അലക്സിയുടെ ശബ്ദം കേട്ടോ പെട്ടെന്ന് തന്നെ ചുരിദാർ ടോപ്പിന്റെ തുമ്മുകൊണ്ട് മുഖം തുടച്ച് എഴുന്നേറ്റു. ഞാൻ കരഞ്ഞില്ല, ഇയാൾക്ക് തോന്നിയതാവും പറഞ്ഞുകൊണ്ട് അവന് മുന്നിലൂടെ നടക്കാൻ തുടങ്ങിയതും അവളുടെ കൈ പിടിച്ചു അവൻ. അത് കണ്ട ദേഷ്യത്തോടെ അവന്റെ കൈ കുടഞ്ഞവൾ. എന്തിനാ എന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ചേട്ടാ ഇന്ന് ഉപദ്രവിച്ച നിന്നെ? നെഞ്ചിൽ കൈകെട്ടി കൂസിലാ ചോദിക്കുന്നവനെ ഒരു പകപ്പോടെ നോക്കിയവൾ. ആണെങ്കിൽ എന്താ, ഇയാളെന്റെ പ്രശ്നം തീർക്കുവോ? എനിക്ക് വേണ്ടി സ്വന്തം ഇച്ഛാനെ തള്ളിപ്പറയോ? ഇല്ലല്ലോ ചോദിച്ചുകൊണ്ട് അവനെ നോക്കിയിട്ട് മുന്നോട്ട് നടന്നു. ആളുടെ മുമ്പിലായി കയറിയുന്നു അലക്സി. പ്രശ്നം തീർത്താൽ? അവൻ പുരികമുയർത്തി ചോദിച്ചു ഒരു സംശയത്തോടെ അവനെ നോക്കിയവൾ. എന്താ? അല്ല, പ്രശ്നം തീർത്തെന്നാ എനിക്കൊരു സഹായം ചെയ്യുമോന്ന് അലക്സിയുടെ ചെറു ചിരിയോട് അവളെ നോക്കി ചോദിക്കുമ്പോൾ നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. എന്ത് സഹായം? ചേട്ടൻ ചോദിക്കുന്ന സഹായം തന്നെയാണോ അനിയനും വേണ്ടത്? ആണോന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ അത് നിന്നിൽ നിന്നല്ല. എനിക്കൊരാളെ ഇഷ്ടമാണ്. അതിനെന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ ഒതുക്കിത്തരാം. എന്റെ ചേട്ടായിയാണെന്ന് നോക്കില്ല ഞാൻ. എന്നാ? താടിയിൽ കൈകുത്തി ചെറു ചിരിയോടെ ചോദിക്കുന്നവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി ജുവൽ. നീ നിന്റെ പണി നോക്കി പോടാ ചെക്ക. എന്നെ നീ സഹായിക്കണ്ട, അവനുള്ള ഞാൻ കൊടുത്തോളാം. എനിക്ക് നിന്റെ ഷെറിനെ ഇഷ്ടമാ. ചേട്ടായി പോലെ എന്നെ കാണേണ്ട നീ. കുറച്ചു വർഷങ്ങളായിട്ട് നെഞ്ചിൽ കൊണ്ടുനടക്കുന്ന പറയാനൊരു അതാ. അവനത് പറഞ്ഞപ്പോൾ എളിയിൽ കൈകുത്തിയെന്ന് നോക്കിയവൾ. ശേഷം അവളൊരു പാവ. നിങ്ങളെപ്പോലെ വലിയ സമ്പത്തോ ഇതുപോലുള്ള വലിയ വീടോ കുടുംബമഹിമേ ഇല്ല. അതിന് വെറുതെ വിട്ടേക്ക്. നിന്റെ ഈ ഇളക്കം വേറെ എവിടെയും കാണിച്ചാൽ മതി അലക്സി. ആളത് പറയുമ്പോൾ ദയനീയമായി ഒന്ന് ചിരിച്ചു അവൻ. ജൂവലെ സത്യമായിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്. വെറും ശരീരത്തിനോട് തോന്നുന്ന ഇഷ്ടമല്ല, എല്ലാ അർത്ഥത്തിലും തോന്നുന്ന ഇഷ്ടമാണ്. ഞാൻ അലക്സിയാ, അല്ലാതെ ഫെലിക്സ് അല്ല. പിന്നെ നീ നല്ല തൻ്റെയുള്ള പെണ്ണാ. എന്റെ സഹായം വേണ്ടിവരില്ലെന്നറിയാം. പിന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സ്വന്തം ചോരയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഒന്ന് കൊടുത്താലോ ഒന്ന്. പിന്നെ പ്രായം, അതൊന്നുകൊണ്ട് മാത്രമേ ഞാൻ ക്ഷമിക്കുന്നു. അവന്റെ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി ജൂവലിന് അവന്റെ നന്മ. അലക്സി നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് തനിച്ചെന്ന് പറയും. അതിന് നിങ്ങൾക്കിടയിൽ ഞാനെന്തിനാ? എന്നാൽ ഞാനിത് അവളോട് പറഞ്ഞേക്കാം, നീ ഭയങ്കര പാവാണെന്ന്. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു. ആ തെണ്ടിക്കിട്ടൊരു പണിയെടുക്കാൻ എൻ്റെ കൂടെ നിൽക്കും അലക്സി? ആള് ചോദിച്ചു കേട്ടതും ആള് നോക്കി ചിരിച്ചു അവൻ. പിന്നെ തള്ളവിരൽ ഉയർത്തി തംസപ്പ് കാണിച്ചു കണ്ടതും ഒരു ചിരിയോടെ അവിടെ നിന്ന് ഓടിപ്പോയിരുന്ന അവൾ. അത് കണ്ടത് അലക്സി. പാവം. ശേഷം അവന്റെ മുഖത്ത് ചിരി മാഞ്ഞു. നീ നോയിക്കോ ചേട്ടായി തെണ്ടി. നിനക്കിട്ട് നല്ല 8x8 പണി വരുന്നുണ്ട്. നീ കണ്ട അയ്യോ പാവം പെണ്ണുങ്ങളല്ല, ഇത് ജുവൽ മരിയ തോമസാ. പറയുമ്പോഴും അലക്സിയുടെ മുഖത്ത് അവനോടുള്ള ദേഷ്യം നുരഞ്ഞു വന്നിരുന്നു. ബൈക്ക് സ്റ്റാൻഡിലിട്ട് പോർച്ചിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ആരോ മുണ്ട് തലവഴിയിട്ട് കൂട്ടിപ്പിടിച്ച് വലിച്ചിരുന്നു ഫെലിക്സിനെ. കുതിരാൻ ശ്രമിച്ചെങ്കിലും ആരോ കാലിൽ കയറുകൊണ്ട് വലിച്ചു കെട്ടി. ശേഷം തന്നെ രണ്ടുപേരും എടുത്തുകൊണ്ട് പോകുന്നു. വഴുവഴുപ്പുള്ള എന്തിലോ കിടത്തുന്നു അറിഞ്ഞു. അത് ചാണകത്തിന്റെ മണമാണെന്നറിഞ്ഞു. തറയിൽ കിടന്ന് ഞെരിവിരി കൊണ്ടവൻ കൂട്ടത്തിൽ പശുവിന്റെ ചവിട്ടിയിട്ടെന്ന് അറിഞ്ഞു. ആരാടാ? കയ്യിലിരുന്ന പത്തലിന്റെ കമ്പ് ജുവലിന്റെ കയ്യിൽ കൊടുത്ത് അലക്സി അടിക്കാൻ ആംഗ്യം കാണിച്ചു. ജുവൽ വലിച്ചടിച്ചു കഴിഞ്ഞ അപ്പോഴേക്ക് അവന്റെ അലറൽ കേട്ടതും അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയമർത്തിയുന്നു. അലക്സിയിടക്ക് ചവിട്ടുന്നുമുണ്ട്.
കിങ്ങിണിയുടെ കാൽച്ചൂട്ടിൽ വന്ന് മൂത്രമൊഴിച്ചു. ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കെട്ടഴിക്കാൻ ശ്രമിച്ചൊടുവിൽ കെട്ടഴിഞ്ഞതും മുളക് പൊടി അവന്റെ മുഖത്തേക്ക് വിതറിയിരുന്ന ജൂവൽ. മുഖം പൊത്തിക്കൊണ്ട് അലറി വിളിക്കാനാവാതെ പിടഞ്ഞു ഫെലിക്സ്. ചാണകവും മൂത്രം കാരണം അവൻ വീണുപോയിരുന്നു അവിടെ തന്നെ. എങ്ങനെയൊക്കെ അവിടുന്ന് എഴുന്നേറ്റതും അപ്പോഴേക്കും ജുവലിന്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയിരുന്ന അലക്സി. വയറ്റിൽ കൈകുത്തി ചിരിക്കുന്ന ജുവൽ. അലക്സി കിതക്കുന്നുണ്ട്. എളിയിൽ കൈകുത്തി നിൽക്കുന്ന അവൻ. എന്റെ ജുവലെ, എന്നാലും എന്നെ കൊണ്ട് എന്ത് പാപാടി നീ ചെയ്യിച്ച്. ഒന്നുമില്ലെങ്കിൽ എന്റെ ചേട്ടായിലായിരുന്നോ പാവം. എന്റെ ഈശോ. ചിരിച്ചുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു. എനിക്കിപ്പോ സന്തോഷായി അലക്സി. ഇനി അവൻ ആ വൃത്തിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ നോക്കരുത്. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാ. മതി മതി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. സമയം 1 മണി കഴിഞ്ഞു. ശബ്ദം കേട്ട് മമ്മിയോ അപ്പയോ എഴുന്നേറ്റ് വന്നാ കുടുങ്ങും. ചെല്. അപ്പോ നാളെ ഒരു പുതിയ ദിവസമായിട്ട് നിനക്ക് അച്ഛനോട് മനസ്സോളം സംസാരിക്കുക എല്ലാ കാര്യങ്ങളും. ഒന്ന് മൂളി അവൾ. ശേഷം ചിരിച്ചു. സന്തോഷം നിറഞ്ഞ മനസ്സോടെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല തനിക്കായി പറഞ്ഞു വെച്ചിരിക്കുന്ന ദുർവിധി ഇനി എന്താണെന്ന്. ഇനിയുള്ള പുലരികൾ വേദന മാത്രമാണ് നൽകാൻ പോകുന്നതെന്നും അറിയാതെ. അയ്യോ, എന്റെ കുഞ്ഞിനോട് ആരാണോ ഇങ്ങനെ ചെയ്ത്? ഒരിടത്തരും ഗുണം പിടിക്കില്ല. കാറിൽ നിന്ന് ഫെലിക്സിനെ കൈപിടിച്ചിറക്കുന്നതിടെ പ്രായിക്കൊണ്ടിരുന്നു റീന. അത് കേട്ടതും അലക്സ് ഇടം കണ്ടിട്ട് ജോലിനെ നോക്കിയ ശേഷം, ഒരു കലം തലയിൽ കമിഴ്ത്തി വെച്ച് നടന്നോ, അതാ നിനക്ക് നല്ലത് പറഞ്ഞ് ചിരിച്ചവൻ. എടി, നീ ആരുടെ വായി നോക്കി നിൽക്കുവാണ്ടി, വന്ന് പിടിക്കടി എന്റെ കൊച്ചിനെ. അവരത് പറഞ്ഞു മുഖത്തെ സങ്കടം വരുത്തി അങ്ങോട്ട് ചെന്നവൾ. അവന്റെ ഒരു കൈ ഒടിഞ്ഞിരുന്നു. പിന്നെ മടലിൽ വെച്ച് അടിച്ചതിന്റെ ചതവ് ദേഹമാസകലവും മുഖത്തുമുണ്ട്. പിന്നെ ചന്തിയുത്തി തൊഴുത്തിൽ വീണുകൊണ്ട് നടക്കാനും പറ്റുന്നില്ല. അവന്റെ കൈ മുറുകെ പിടിച്ചവൾ അവനെ കൊണ്ടുപോയി റൂമിൽ കിടത്തി. തിരിഞ്ഞടക്കാനായി ഒരുങ്ങിയതും അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൻ. നീ അധികം സന്തോഷിക്കേണ്ട ജുവൽ. നീ എനിക്ക് അന്ന് അടിയുടെ മുതലും പലിശയും ചേർത്ത് തന്നിരിക്കും. ഞാൻ പറയുന്നു ഫെലിക്സാ, കാത്തിരുന്നോ നീ. നീ പോടാ, എനിക്കിന്നെ പേടിയില്ല. ഇനി നീ എന്റെ ദേഹത്തൊട്ടാലേ ഇവിടുന്ന് എഴുന്നേറ്റ് നടക്കില്ല, ഓർത്തോ. പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ആരോ അവളെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് ഇട്ട് വാതിലടച്ചു. പേടിയോടെ നിലവിളിക്കാൻ തുടങ്ങിയതും വാ പൊത്തിപ്പിടിച്ചു അവൻ. ജുവൽ, ഞാനാ അലക്സി, അലറി കൂവാതടി അവൻ പറഞ്ഞ് ചിരിച്ചവൾ. ജുവലെ, അവന് സംശയമുണ്ട്. ആ നോട്ടം കാണുമ്പോൾ അറിയാം. സംശയമല്ല, ആ തെണ്ടിക്ക് മനസ്സിലായി. അവൾ ബെഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ നേരെ നടക്കുന്നതിന് മുമ്പ് നീ അച്ഛനോട് സത്യം പറയാൻ നോക്ക്. ഇല്ലെങ്കിൽ അവൻ ഇനി വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവന്റെ കയ്യിലിരിക്കാൻ തുറപ്പൂച്ചിട്ട് വെച്ച് കളിക്കാൻ നോക്കും അവൻ. ഇല്ല അലക്സി, ഞാൻ നാളെ തന്നെ പോയിക്കോളാം. ഇനി എനിക്കിങ്ങനെ കിടന്ന് ഇറാൻ വയ്യ. എന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ല. പക്ഷെ ഇതിന്റെ പേരിൽ ഒന്നും അറിയാത്ത അച്ഛൻ ശിക്ഷിക്കപ്പെട്ടുകൂടാ. പറയുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞു. ഇരുകയ്യാലും മുഖം കുത്തിയിരുന്നവൾ. പറ ഫെലിക്സേ, ആരാ നിന്നടിച്ച്? നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. ജോൺ അവനോടായി പറഞ്ഞു. വാതിൽ കൈകെട്ടി ചാരിയിരുന്ന അലക്സിയെ കൂർപ്പിച്ച് നോക്കിയവൻ. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും പൂച്ചി ചിരിച്ചവൻ. വേണ്ടപ്പാ, എന്നെ നോവിച്ചെറുതൊക്കെ എനിക്കറിയാം. അതിപ്പോ ആരായാലും ഫെലിക്സിന് പ്രശ്നമല്ല. ജുവൽ, നീ ചെല്ല്, ഞാനിവിടെ നിൽക്കാം. ഇപ്പോഴാണെങ്കിൽ അപ്പനോടെ കാണില്ല. നീ ചെല്ല്, മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും. നേരെ ഇന്ന് മുഖത്ത് പോയി പറയണം. കുമ്പസാരെ കൊണ്ട് ആവശ്യം പോലും വരുന്നില്ല. ഷെറിൻ കൈ പിടിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടോ ധൈര്യമുണ്ടായിരുന്നു. ഓരോ പടികളും കയറുമ്പോൾ ധൈര്യം തന്നെ മൂടുന്നറിഞ്ഞ് ജുവൽ പറയണം ഇഷ്ടമാണെന്ന്. ജുവൽ ഇഷ്ടപ്പെട്ടു പോയെന്ന്, തെറ്റാണെങ്കിലും ഇഷ്ടപ്പെട്ടു പോയെന്ന് പറയണം. മറക്കാൻ ശ്രമിക്കണമെന്നും. അച്ഛന്റെ റൂമിന്റെ വാതിൽക്കൽ ചെന്നും ഹൃദയം പെരുമ്പറ കൊട്ടെന്നറിഞ്ഞ ജുവൽ കൈവിരലുകൾ ഞെരടിക്കൊണ്ട് നിന്നു. പുറത്ത് വാതിൽക്കൽ തൂക്കിയിട്ടിരിക്കുന്ന മണിയടിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വിറങ്ങുണ്ട്. ആ, ഇതാര്? ജുവലോ? ഹൃദയത്തിന്റെ ഓരോ ധമനികളെയും തൊട്ടുണർത്തുന്ന സ്വരം തേടിയെത്തിയതും മിഴികൾ ഉയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ആളിലേക്ക് പ്രണയത്തോടെ. പാടിയെന്ന് ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്നാലും മനസ്സതിൻ്റെ ഇണയെ തേടി അലഞ്ഞിരുന്നു. ജുവൽ, താനെന്താ ഈ നേരത്ത്? അത് എനിക്കൊരു കാര്യം പറയാൻ. വിക്കി വിക്കി പറയുന്നത് കേട്ടതും. എന്താണോ, കുമ്പസരിക്കാനാണോ? ആളുടെ ആ മുഖഭാഗങ്ങളുടെ സംശയത്തോടെ ചോദിച്ചു ആൽബർട്ട്. അത് എനിക്ക് അച്ഛനോട് അറിയാതെ ഞാൻ. വാക്കിൽ കിട്ടാതെ പരതിയാവും. കണ്ണുകൾ നീരത്തുള്ളികളാൽ ഉണ്ടുമൂടി. എന്തുപറ്റി ജുവൽ? വീണ്ടും ഉപദ്രവിച്ചു തന്നെ? ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാനൊരു കേൾവിക്കാരനാവാം. പിന്നെ അവനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും ഫയൽ ചെയ്യാം. ആൽബർട്ട് അത് പറഞ്ഞു. ആ നിമിഷം ആ കാലുകളിലേക്ക് വീണിരുന്നവൾ. എന്നോട് ക്ഷമിക്കണം, ഞാൻ എനിക്ക് അറിയാൻ. ഞാൻ അവന്റെ കാലിൽ പിടുത്തം മുറുകിയതും ഞെട്ടലോടെ പിൻവലിച്ചു ആൽബർട്ട്. ജുവൽ, എഴുന്നേൽക്കൂട്ടി, താൻ എന്താ ഈ കാണിക്കുന്നത്? താൻ കയറുക, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ആൽബർട്ട് അതും പറഞ്ഞ് അകത്തേക്ക് കയറിയതും വിറക്കുന്ന കാലുകളോടെ അവളും കയറിയിരുന്നു. മിഴികൾ താഴ്ത്തി ഷോളിൽ കൈവരികൾ ഞെരടി നിന്നു അവൾ. താനിരിക്കി. അവനത് പറയുമ്പോഴും അവൾ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. ജുവലിന് കുടിക്കാൻ വെള്ളം വേണോ? അവന്റെ മുഖത്ത് നോക്കാനാവാതെ പറഞ്ഞു അവൾ. മത്തായി ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ കൊണ്ടുവരാം, താനിവിടെ ഇരിക്കും പറയുകയും അകത്തേക്ക് കയറിപ്പോയിരുന്ന ആൽബർട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങി ഒരു പരവേശത്തോടെ കുടിക്കുകയും ചെയ്തവൾ. ഇനി പറയ്,
എന്താ തനിക്ക് പറയാനുള്ളത്? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, തനിക്കെന്തോ കാര്യമായ വിഷമമുണ്ട്. എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനതിന് ശ്രമിക്കാം. ഞാനൊരു തെറ്റ് അറിയില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു പോയി, അതും മറക്കാൻ പറ്റുന്നില്ല എനിക്ക്. പറയുന്നതിനോടൊപ്പം കരഞ്ഞോട് നിലത്തേക്ക് അവന്റെ കാൽച്ചുവട്ടിൽ മുട്ടൂത്തിയിരുന്നവൾ. ഏയ് ജുവൽ, എന്താണ് ഈ കാണിക്കുന്നത്? എഴുന്നേക്ക്. പറഞ്ഞുകൊണ്ട് അവിടെ ഇരു ഷോൾഡറിലായി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രണ്ടുപേർ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൾ പിടിച്ചുന്തുകയും ചെയ്തു. അവരുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ മുന്നോട്ട് വീഴാൻ തുടങ്ങിയതും ആൽബർട്ട് അവളെ വീഴാതെ താങ്ങി നിർത്തി. എടുക്കണോ ഫോട്ടോ രണ്ടിന്റെയും? അതിലൊരുവൻ അലറി. അപ്പോഴേക്കും ഫോണിലെ ക്യാമറ ക്ലിക്ക് ചെയ്തു. അവരുടെ ഫോട്ടോ അതിൽ നിറഞ്ഞു ഞൊടിയിടയിലായിരുന്നു. ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ അന്ന് രാത്രി? ആൽബർട്ട് സംശയത്തോടെ അവർ നോക്കി കണ്ണൂർക്കി ചോദിച്ചു. അതൊക്കെ പറയാച്ചു, അതിനു മുമ്പ് ഇവിടെ എന്നതാ പരിപാടി? അച്ഛനും കുഞ്ഞാടും കൂടി മുണ്ട് മടക്കി കുത്തി അതിലൊരുവൻ ചോദിച്ചു. അനാവശ്യം പറയുന്നു, മാറിക്കട അവിടുന്ന്. ആൽബർട്ട് ചോദിച്ച് അവർക്ക് നേരെ വന്നു. രണ്ടുപേരും ചേർന്ന് ഉന്തിയിട്ടിരുന്നു. അവനെ അവിടെ മുകളിലേക്ക്. അവൻ അവളെയും കൊണ്ട് അവിടെയുള്ള സോഫയിലേക്ക് വീണതും അവന്മാരവിടുന്ന് പുറത്തിറങ്ങി വാതിലടച്ച് കുറ്റിയിട്ടു. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വാതിലോർക്ക് അനാവശ്യം കാണിക്കുന്നോ? ഏയ്, അനാവശ്യം കാണാണ്ടിരിക്കാനല്ല അച്ചോ വാതിലടച്ച്. വാതിലോർക്ക് തുറക്കാൻ. ആൽബർട്ട് വാതിൽ ആഞ്ഞിടിച്ചു. അച്ഛൻ അനാവശ്യം കാണിക്ക അല്ലയോ? അത് കൊള്ളാം. അതിലൊരുവൻ പകയോടെ ചോദിച്ചു. തുറക്കണ വാതിൽ. ജൂലനോട് സംസാരിക്കാൻ വന്നാ. വെറുതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. പറയുന്നത് മനസ്സിലാക്ക്. വാതിലോർക്ക്. തുറക്കാലോ, 5 മിനിറ്റ്. കുറച്ചുപേര് വന്നോട്ടെ, വേണ്ടപ്പെട്ടവരൊക്കെ. പുച്ഛത്തോടെ പറഞ്ഞു അവരിലൊരുവൻ. അപ്പോഴൊരു സ്വപ്നത്തിലെന്നോണം മരവിച്ചു പോയിരുന്ന ജുവൽ കണ്ണുകൾ അവൾ പോലും അറിയാതെ ഈറനായി. ജുവൽ, താമസിക്കണ്ട, അവർ വരട്ടെ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല തനിക്ക്. ആൽബർട്ട് അത് പറയുമ്പോൾ ആ മുഖത്ത് പോലും നോക്കാനാവാതെ മിഴികൾ കൂമ്പിപ്പോയിരുന്ന അവളുടെ. എന്റെ കർത്താവേ, ഈ ജുവലെന്താ ഇത്ര നേരമായിട്ട് വരാതിരിക്കുന്നത്? മനസ്സിലോർത്ത് ഫോണെടുത്ത് സമയം നോക്കി ഷെറിൻ. പടികൾ കയറി ആളുകൾ ശബ്ദം ഉണ്ടാക്കി വരുന്നുണ്ടതും എന്താണെന്നറിയാതെ നോക്കി നിന്നു അവൾ. അപ്പ എന്താ എല്ലാവരും ഓടുന്നു? ആൾ മത്തായിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. അയാളുടെ മുഖഭാവം മാറുന്നറിഞ്ഞവൾ. നീ വേഗം വീട്ടിലേക്ക് പോവാൻ നോക്ക്. ചെല്ല്. മകളെ കൂടി വിളിച്ചോ മത്തായി, കൂട്ടുകാരിയല്ലേ, കൂട്ടുവന്നതാവും. കൊള്ളാം. അയാളുടെ വാക്കുകളിലെ പരിഹാസം അവളുടെ നെഞ്ചിൽ കൊണ്ടു. എല്ലാവരുടെയും പുറകെ നടക്കുമ്പോൾ കാലുകൾക്ക് തളർച്ച ബാധിച്ചതായി തോന്നി ഷെറിന്. എന്താ ജോൺഫി നിങ്ങൾ ഈ പറയുന്നത്? സത്യമാണോ? അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. മത്തായി ചേട്ടൻ പുറത്തു നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു. അനാവശ്യമില്ല മത്തായി ചേട്ടാ, ഞങ്ങൾ കണ്ടതാ രണ്ടും കൂടി. ഷെറിന്റെ കണ്ണുകൾ പുറത്തിറക്കുന്ന ജുവലിന്റെ ചെരുപ്പിൽ പറഞ്ഞു. ആളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാ മിന്നി. കർത്താവെ, ചതിച്ചോ? എടാ, തെളിവില്ലാതെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയുന്നോ? അവിടെ കൂടുന്നവരിൽ മുതിർന്ന ഒരാളെ ചോദിച്ചു. അവർക്ക് നേരെ ഫോൺ കാണിച്ചു. അതിലെ ഫോട്ടോ കൊണ്ട് പരസ്പരം നോക്കിപ്പോയിരുന്നവർ. വാതിലോർക്കളാ, ഇന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. നമ്മളെ പോലുള്ള സത്യവിശ്വാസികളെ പറ്റിക്കുന്ന ഈ പരിപാടി ഈ പള്ളിയിൽ നടക്കത്തില്ല. അതിലൊരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് വിജയച്ചിരിയോടെ വാതിൽ നിൽക്കുന്നവൻ വാതിൽ തുറന്നു. ആൽബർട്ട് കോപത്തോടെ മുന്നോട്ട് വന്ന് എന്റെ കോളിൽ പിടുത്തമിട്ട ശേഷം, എന്തിനാണോ വാതിലടച്ച്? വൃത്തിയേട് കാണിക്കുന്നോ? അച്ഛൻ കാണിക്കുന്ന വൃത്തിയേട് മറ്റാരും കാണാതിരിക്കാനല്ലേ അച്ഛോ ഞാൻ വാതിലടച്ച്. പറഞ്ഞുകൊണ്ട് അവനെ തട്ടിമാറ്റി അകത്തേക്ക് കയറി ചുമരിൽ ചാലിക്കുന്ന ജുവലിന്റെ കൈ പിടിച്ചു വലിച്ച് അച്ഛന്റെ അടുത്തേക്ക് നിർത്തിയിരുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കുവച്ചേ. ചുരിദാർ ഷോളിൽ പിടിച്ച് തലകുനിച്ച് നിൽക്കുന്നവളുടെ തോളിൽ ആഞ്ഞു തള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. ജുവൽ അവിടെ പേര് വിളിച്ച് ഷെറിൻ മുന്നോട്ട് നടന്നു. മത്തായിച്ചേട്ടൻ അവിടെ കൈ പിടിച്ച് നിർത്തി. പറവച്ചേ, ഇവിടെ എന്നതായിരുന്നു പരിപാടി? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അത് കേട്ടതും അനാവശ്യം പറയുന്നത്. ജുവൽ എന്നോട് സംസാരിക്കാൻ വന്നാ. ആൽബർട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞു. അത് കൊള്ളാലോ അച്ചോ. ഈ നട്ടുച്ച നേരത്തെ ഈ പള്ളിമേടയിൽ വാതിലടച്ചിട്ട് എന്തോന്ന് സംസാരിക്കാനാച്ചോ? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അല്ലെങ്കിൽ വേണ്ട അച്ചോ, കാണിച്ചെന്നാലും മതി. പറയുകയും ഉറക്കെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ജുവൽ ഇങ്ങനെ മിണ്ടാൻ നിൽക്കാൻ താൻ പറ, എന്താണ് നടന്നതെന്ന് ആൽബർട്ട് അവളോടായി പറഞ്ഞു. ആ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ കുറ്റബോധത്താൽ മുഖം കുനിഞ്ഞ അവളുടെ. കണ്ടോ, പെണ്ണിന് പറയാൻ ഉത്തരമില്ല. പറഞ്ഞു കൊടുക്കു ജുവൽ, എന്തിനാ വന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാ മതിയോ? ആ ശബ്ദം കേട്ടിടത്തേക്ക് എല്ലാവരും ഒരുപോലെ നോക്കി. ഒരു പുച്ഛം കലർന്ന ചിരിയോടെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടന്നു വരുന്നവനെ കണ്ടതും ഒരു ഞെട്ടലോടെ നോക്കി നിന്നു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിഞ്ഞു അവൾ. പറജുവലെ, നീ അച്ഛനും കൊമ്പ് പിടിച്ച പ്രണയമാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഒരു ഇടിമുഴക്കം പോലെ അവിടെ മായ ഫെലിക്സിന്റെ ശബ്ദം മുഴങ്ങി. കേട്ടതും സകലമാന നിയന്ത്രണം വിട്ടുപോയി അവൻ. അനാവശ്യം പറയുന്ന പന്നി. ഒരു നിമിഷം ആൽബർട്ട് അവന്റെ പദവി മറന്നുപോയി. അതും പറഞ്ഞുകൊണ്ട് ഫെലിക്സിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് ആ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അതെന്നാത്തിനാ അച്ഛോ സത്യം പറഞ്ഞാ ദേഷ്യപ്പെടുന്നത്? താങ്കളൊരു പുരോഹിതനാ, സംയമനം പാലിക്കണം. നമുക്ക് ഈ കൊച്ചിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. കൊച്ചേ, നീ പറ,
ഫെലിക്സ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവിടെ നിൽക്കുന്ന മറ്റൊരാൾ ചോദിച്ചു. ദേഹമാസകലം വിറകൊണ്ട് ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ ആൾ അങ്ങനെ തന്നെ നിന്നു, നിറമിഴികളോടെ മൗനമായി. ഏയ് ഷെറിൻ വിളിച്ചുകൊണ്ട് ഓടിക്കേച്ച് വന്നിരുന്നു. അപ്പോഴേക്കും അലക്സി വളരെ പതുങ്ങിയ സ്വരത്തിൽ അവളോട് അവൻ ചോദിച്ചു, എന്താ പ്രശ്നം? എല്ലാം തകർന്നു അലക്സി, തല പോയാൽ അവൾ നുണ പറയില്ല, എല്ലാം തകർന്നു, ആ ചെറ്റ തകർത്തു പറഞ്ഞുകൊണ്ട് അലക്സിയുടെ കൈ പിടിച്ചിരുന്നു ഷെറിൻ. കൊച്ചേ, ഈ കൊന്തയിൽ തൊട്ട് സത്യം പറ, ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? മത്തായി ചേട്ടൻ നീട്ടിയ കൊന്തയിലേക്ക് അവിടെ കൈ നീണ്ടു. സത്യമാണ്, എനിക്കിഷ്ടം, എനിക്ക് മാത്രം, അത് പറയാനാ ഞാൻ വന്ന്. അവളുടെ ആ വാക്കുകൾ കേട്ടതും തലക്കാലത്ത് ഒരു പെരുപ്പ് കയറുന്ന പോലെ തോന്നിയ ആൽബർട്ടിന് അവൻ വിശ്വസിക്കാനാവാതെ ഒരു ഞെട്ടിലോടെ നോക്കി അവളെ. ആ കണ്ടോ, കേട്ടല്ലോ എല്ലാരും, പ്രേമാണ് പോലും, അതൊരു പുണ്യസ്ഥലത്ത് വെച്ച്, മാതിരി പണിയ രണ്ടും കൂടി കൊള്ളാം, പിടിച്ചപ്പോ തന്നെ ജോൺഫി കളിയാക്കി പറഞ്ഞു. ജുവൽ, താനെന്തായി പറയുന്നത്? അവന്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ദേഷ്യം അവൾ കണ്ടു. എങ്കിലും ആ മുഖത്ത് നിന്ന് മിഴികൾ ചലിപ്പിച്ചില്ല അവൾ. അതെന്നതാച്ചാ, കൊച്ചു സത്യം പറഞ്ഞല്ലേ? ഫെലിക്സ് അടുത്തു വന്ന് പറഞ്ഞു. അത് എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ, അച്ഛൻ നിരവൻ. ആൾ പറഞ്ഞിരുന്നതിന് മുമ്പ് ആരുടെയോ കൈയോടെ കവളിൽ പതിഞ്ഞിരുന്നു. കിട്ടിയാടിയുടെ ആഘാതത്തിൽ പടിക്കെട്ടിലേക്ക് തെറിച്ചു വീണ് ജോൺ. വേദന കൊള്ളുമ്പോഴും മിഴി ഉയർത്തി നോക്കി മുന്നിൽ കോപത്തോടെ നിൽക്കുന്ന ജോൺ, ഫെലിക്സിന്റെ അലക്സിയുടെ അപ്പൻ. അദ്ദേഹത്തെ കണ്ടതും ആ പടിക്കെട്ടിലേക്ക് തന്നെ തളർന്നിരുന്നവൾ. കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായവൾ, വേറെ ആരെയും അവൾക്ക് കിട്ടിയില്ല. ഒരു പുരോഹിതനായിട്ട് അവിഹിത ബന്ധം, പിഴച്ചവളെ കൊല്ലുന്നില്ല പറയുന്നതിനൊപ്പം അവളുടെ മുടിക്കുത്തിന് പിടിച്ചു വരുത്തി അവളെ ജോൺ. വേദന കൊണ്ട് പുളയുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിച്ചില്ല അവൾ. അപ്പാ, അവള് വീട്, അവള് പറയാനുള്ളൂ കേൾക്കട്ടെ. അയാളുടെ കൈ പിടിച്ചിടന്നു അലക്സി. നീ ഇവിടെ വാൻ പറയണ്ട് മാറിക്കടാ, മോ വീട്ടിൽ പോവാൻ നോക്ക്. ജുവൽ പാവ, അവൾ അച്ഛനാണെന്ന് അറിയാതെയാ, ദയവായിട്ട് അവൾക്ക് പറയാനുള്ളത് കേൾക്കണം. കൈ കൂപ്പിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു ഷെറിൻ. ആ വന്നല്ലോ കൂട്ടുകക്ഷികൾ, ഇവരാ അവരുടെ കൂട്ടിക്കൊടുപ്പുകാർ. കാല് രണ്ട് നിലത്തൂത്താൻ വയ്യെങ്കിലും മുടന്നി നടന്ന് അവരുടെ നടുക്കായി വന്നിന്ന് പറഞ്ഞു ഫെലിക്സ്. ഫെലിക്സേ, നീ ചെയ്ത തെറ്റ് മറച്ചു പിടിക്കാൻ എന്നെ തെറ്റുകാരനാക്കാൻ നോക്കുന്നോ? അനാവശ്യം പറഞ്ഞ ഞാനൊരു പുരോഹിതനാണെന്നുള്ള കാര്യം കുറച്ചു നേരത്തേക്ക് ഞാനങ്ങ് മറക്കും, ആൽബർട്ട് അവനോടായി പറഞ്ഞു. അതെന്നതാച്ചു, കൈ വിട്ടുപോയതുകൊണ്ടാണോ എന്റെ തലയിൽ വെക്കാൻ നോക്കുന്നത്? ഒരു വഷളം ചിരിയോടെ ചോദിച്ചു ഫെലിക്സ്. അവന്റെ വാക്കുകൾ താൻ ഉറക്കിക്കിടത്തിരിക്കുന്ന ദേഷ്യം എന്ന വികാരത്തെ കാർന്നീന്നാൻ വരുന്ന പോലെ ഇപ്പോഴും കൈകൾ കൂട്ടി തിരുമ്മി സംയമനം പാലിക്കാൻ ശ്രമിച്ചു ആൽബർട്ട്. ഞാൻ ചെയ്യാത്ത തെറ്റിനാ നിങ്ങളെല്ലാവരും കൂടി എന്റെ തലയിൽ വെക്കാൻ നോക്കുന്നത്. എനിക്ക് എന്നിലും എന്റെ പദവിയിലും വിശ്വാസമുണ്ട്. കർത്താവിന് മറന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ജുവൽ പറഞ്ഞത് അത് ഈ കുട്ടിയോട് തന്നെ ചോദിക്കണം, അല്ലാതെ എന്നോടല്ല. പറഞ്ഞതും അവൻ തിരിഞ്ഞടന്നു. അത് കണ്ടതും, അല്ല അച്ഛൻ അങ്ങനെയൊക്കെ പോയാലോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. മകളിലേക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ ഇനി ഈ പദവിയിൽ തുടരാൻ പറ്റില്ല. ഞങ്ങൾ ഈ ഇടവക്കാർ സമ്മതിക്കില്ല അച്ഛോ. കൂടിയുന്നവരിൽ ഒരാൾ അത് പറഞ്ഞു. നെഞ്ചു വിങ്ങുന്ന പോലെ തോന്നി ജുവലിന്. താൻ കാരണം അച്ഛന്റെ പദവി, അഭിമാനം ഒറ്റ നിമിഷം കൊണ്ട് പോവാൻ പോകുന്നോർത്തവും ദേഹം തളരുന്ന പോലെ തോന്നി. വീഴാനായി തുടങ്ങിയതും അവളെ താങ്ങി പിടിച്ചിരുന്നു ഷെറിൻ. ഞാനാണ് തെറ്റിയത്, എന്നെ ശിക്ഷിച്ചു, അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇരു കൈകളും കൂപ്പി അവൾ പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ പോലും നോക്കിയില്ല ആൽബർട്ട്. തന്റെ വിശ്വാസങ്ങൾക്ക് മേൽ അവൾ കാണിച്ച ചതി അത് മാത്രമായിരുന്നു അപ്പോൾ അവന്റെ കണ്ണിൽ. നീ ആരെയോ ജോലി വെള്ളപൂശാൻ നോക്കുന്നത്? ഇവനെയോ? കൊള്ളാം, രണ്ടുപേരും കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവും. അതിനി നടക്കില്ല. അച്ഛൻ ഈ പദവി ഒഴിഞ്ഞേ പറ്റൂ. ജോൺ ദേഷ്യത്തോടെ ആൽബർട്ടിന് മുമ്പിൽ നിന്ന് പറഞ്ഞു. എന്തു വന്നാലും നേരിടാൻ തയ്യാറാണ് ഞാൻ. വർഷങ്ങൾ കൊണ്ടുള്ള എന്റെ തപസ്സും ആഗ്രഹമായി പദവി, അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വേണ്ടെന്ന് വെക്കാനുള്ളതല്ല. ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ്. അതിന് ഏതറ്റം വരെ പോണെങ്കിൽ ഞാൻ പോവും. പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിലായിരുന്നു. അന്ന് ആദ്യമായി ജുവലിനോട് ദേഷ്യം തോന്നിയ ആൽബർട്ടിന്. അച്ഛൻ തെളിയിച്ചു അച്ചോ, സത്യം പകൽവട്ടം പോലെ എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ. താങ്കളെ പോലെ ഒരാൾ ഇനി പദവിയിൽ ഇരിക്കാനും ഈ പള്ളിയിൽ കയറാനും വിശ്വാസികൾ സമ്മതിക്കില്ല അച്ചോ. അച്ഛൻ ഈ തെറ്റ് അംഗീകരിച്ച് ഈ അച്ചമ്പട്ടം ഉപേക്ഷിച്ച് പോയിക്കോളൂ, അതായിരിക്കും നല്ലത്. അവിടെ നിൽക്കുന്ന മറ്റൊരാൾ അത്രയും പറഞ്ഞു. അവനത് കൈകെട്ടി കേട്ടുന്നേ ഉള്ളൂ. ആ എന്തായാലും ഇപ്പൊ എല്ലാവരും പിരിഞ്ഞു പോയിക്കോളി. ഈ കാര്യം വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇതിനൊരു തീരുമാനം എടുക്കാം. ഒരു സഭ വൈകുന്നേരം കൂടാം. അപ്പൊ ഇപ്പൊ കൂടി എല്ലാവരും ഉണ്ടാവണം. പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ പറഞ്ഞു. ജോണേ, ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ, നമുക്ക് വൈകുന്നേരം തീരുമാനം എടുക്കാം. മത്തായി ചേട്ടനാ പറഞ്ഞു. ഫെലിക്സ് അവിടെ കൈ പിടിച്ച് വലിച്ചിരുന്നു. വാടി ഇങ്ങോട്ട്. കേട്ടതും അവന്റെ കൈ തട്ടിപ്പറിച്ച് അവൾ ആൽബർട്ടിന്റെ അരികിലേക്ക് ഓടിപ്പോയിരുന്നു. ചെന്നപ്പോൾ തന്നെ അവന്റെ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നാൽ അവളുടെ പിടുത്തം വിട്ട് പുറകോട്ട് മാറിയിരുന്നു ആൽബർട്ട്. ഞാൻ അറിയാണ്ട് സ്നേഹിച്ചു പോയി. എന്റെ പ്രണയം തെറ്റാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ആരാണെന്ന്. ഞാൻ എല്ലാം പറയാം. അത് എന്നോട്
വാണിങ്ങോട്ട്, എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം. ആള് വലിച്ചഴിച്ച ഫെലിക്സ്. ചേട്ടായി വിട്ടേവളെ, കൈകരുത്ത് ഇവിടെ കാണിക്കണ്ട, ജുവലിനെ ഞാൻ കൊണ്ടുവന്നോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ കൈ തട്ടി മാറ്റി അവളെ ചേർത്ത് പിടിച്ചിരുന്ന അലക്സി. അപ്പോഴും ആൽബർട്ടിന്റെ നോട്ടത്തിനായി അവൾ കാത്തു നിന്നു. എന്നാൽ ആ മുഖത്തെ വെറുപ്പ് അവളെ തളർത്തി. ഷെരീൻ അവളുടെ കൈ ഓടി വന്ന് പിടിച്ചു. ഷെറി, അവര് കൊണ്ടുപോയിക്കോളൂ അവളെ, നീ വീട്ടിൽ പോകാൻ നോക്ക്. മത്തായി ചേട്ടൻ അവളെ പിടിച്ചിരുത്തി പറഞ്ഞു. ഇല്ലപ്പാ, എന്റെ കൂട്ടുകാരി മാത്രമല്ല, കൂടെ പിറപ്പാ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുവാൻ ഈ ഷെറിൻ തോമസിനെ കിട്ടില്ല. എന്റെ ജൂലി എന്ത് തെറ്റാ ചെയ്ത്? പ്രണയിച്ചോ? സ്നേഹം തെറ്റാണെങ്കിൽ അവളും തെറ്റുകാരിയാ. ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ അയാളുടെ ജാതി, മതം, നിറം, പദവി ഇതൊക്കെ നോക്കിയാണെങ്കിൽ അതെങ്ങനെ സ്നേഹമാവും അപ്പാ? അവളെല്ലാം തുറന്നു പറയാനേ വന്ന്, അല്ല സ്നേഹം പിടിച്ചു വാങ്ങാനല്ല. ഷെറിൻ, നീ അധികം ന്യായീകരിക്കണ്ട. ഇവള് തെറ്റ് ചെയ്തു, പൊറുക്കപ്പെടാതെ തെറ്റ്, അതിനുള്ള ശിക്ഷ കൊടുക്കണം. ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു. അലക്സിയെയും ഷെറിനെയും പോകുമ്പോൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി ജുവൽ. വെറുതെ. വീട്ടിലെത്തിയതും കയ്യിൽ പിടിച്ചു വലിച്ച ആ റൂമിലേക്ക് ഇട്ടിരുന്ന അവളെ ജോൺ തല നിലത്തിടിച്ച് വീണവൾ. ശേഷം വല്യമ്മച്ചിയുടെ കട്ടിൽ പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയതും മുടിക്കുതിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു ജോൺ. ജോണേ, വീട് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുവാണോ നീ? കൊല്ലുവാ വേണ്ടേ? ചോദിച്ചോക്ക് പുന്നാരമോളെ എന്താ ചെയ്തെന്ന്. പിഴച്ചവള് പറഞ്ഞുകൊണ്ട് അവളെ നേരെ കയ്യൊങ്ങിയതും ആ കൈ കയറി പിടിച്ച് ജോൺ. തൊട്ടുപോരു തന്നെ പറയുമ്പോൾ ആ കണ്ണുകൾ തീ പടരുന്ന കണ്ട് ജോൺ. നീ എന്റെ അപ്പനെ തടയാനായോടി? ചോദിച്ചുകൊണ്ട് ഫെലിക്സ് അവിടെ കയ്യിൽ കയറി പിടിച്ചതും അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി മുഖത്തിന് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടിയിരുന്നു. ശേഷം ജോണിനോടായി. അവിടെ വെച്ച് ഞാൻ നിങ്ങളുടെ തല്ല് വാങ്ങിയ തെറ്റ് ചെയ്തുകൊണ്ടല്ല, മുതിർന്നവരെ തിരിക്കേണ്ടെന്ന് വെച്ചാ. ഇപ്പോഴാണ് നിങ്ങളുടെ കൈ പൊങ്ങിയത്. നിങ്ങളുടെ ഈ മകൻ ഈ വൃത്തിയായിട്ട കൈ കൊണ്ട് എന്നെ തൊട്ടിട്ടുണ്ട്. അന്നെല്ലാം എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ മൗനം പാലിച്ചു. ഇപ്പൊ ഞാൻ ചെയ്ത് തെറ്റെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്നെ ശിക്ഷിക്കാൻ എന്റെ വല്യമ്മച്ചിക്ക് മാത്രമേ അവകാശമുള്ളൂ, പിന്നെ കർത്താവിനും. ആരുടെ മുന്നിൽ വേണമെങ്കിൽ ഞാൻ പറയും, ഈ ജുവൽ ഒരാളെ സ്നേഹിച്ചു, മരിക്കോളം അയാളെ ഈ ഹൃദയത്തിൽ കാണും. അത് നിങ്ങളുടെ കണ്ണിൽ തെറ്റാണെങ്കിൽ അതെ, ഞാൻ പാപിയാണ്, ഒരു പുരോഹിതനെ പ്രണയിച്ച മഹാപാപി. കോപത്തോടെ അവൾ ആക്രോശിക്കുന്ന കേട്ടത് വിശ്വസിക്കാനാവാതെ ഒന്നറങ്ങാൻ പോലും ആവാതെ കിടന്നു അന്നമ്മ ജോസഫ് എന്ന പാവം. അവന്റെ കൂടെ പോയി കിടന്നിട്ട് അലർന്നോടി ഉരുമ്പെട്ടോളെ ചോദിക്കുകയും റീനൊരടിയുമായിരുന്നു. ആടിയിൽ കട്ടിലിന്റെ ഒരു വശത്തേക്ക് താടി കുത്തി വീണുപോയി. വായിൽ നിന്ന് ഉമിനീരിനോടൊപ്പം ചോര വന്നു. വേദനയിൽ കലർന്ന ഒരു പൂച്ചച്ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് ആ ചോര തുടച്ചവൾ. അതിന് നിങ്ങളുടെ മകൾ ജസ്നയല്ലേ ഞാൻ. ജൂവലിൽ തെറ്റ് ചെയ്തു, അത് നിങ്ങളുടെ കണ്ണിൽ തെറ്റാണെങ്കിൽ അതെ, ഞാൻ തെറ്റുകാരിയാ. അതിന്റെ പേരിലെങ്ങാനും എന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. കൈവച്ചാ നീ എന്ത് ചെയ്യൂടി? ചോദിക്കുന്നതിനോടൊപ്പം പരമുള്ള എന്തോ ഒരു വസ്തുവിലേക്ക് പതിഞ്ഞിരുന്നു. കോപത്തോടെ വിറച്ചെൽക്കുന്ന ജോണിനെയും അയാളുടെ കയ്യിലേക്കുന്ന ബെൽറ്റിലേക്കും ഒരു പകപ്പോടെ നോക്കി ജുവൽ. വേദനക്കിടയിലും ചിരിച്ചവൾ. ജോണേ, വേണ്ടടാ, എന്റെ കുഞ്ഞിനെ വിട്, അത് എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. അന്നമ്മ ഹൃദയവേദനയോടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ പൊന്നിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവുന്നില്ലല്ലോ എന്ന സത്യം അവരെ ചുട്ടു പൊള്ളിച്ചു. സഭയ്ക്കും നമ്മുടെ കുടുംബത്തിനും ചീത്ത പേരുണ്ടാക്കി ഇവളെ വെറുതെ വിടാനോ? നടക്കില്ല അമ്മച്ചി, അവൾക്ക് വേറെ ആരെയും കിട്ടില്ല പ്രേമിക്കാൻ പറയുകയും അയാളുടെ ലെതർ ബെൽറ്റ് അവരുടെ ശരീരത്തിൽ ആഞ്ഞു പതിക്കുകയും ചെയ്തു. ആളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അലക്സി. പാപ്പാ മതി, ഇനി അടിക്കരുത് ഇവളെ. വൈകുന്നേരം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് നിർത്താനുള്ളതാ, അതോർത്തോ. എത്ര നാള് പൊതിഞ്ഞു പിടിക്കും നീ അവളെ? അല്ല, ഇനി നിന്റെ കൂടെയും കിടന്നെന്നാവള് ഇത്ര സ്നേഹം കാണിക്കാൻ. അതിന് നീയല്ലടാ ഞാൻ. അമ്മ പെങ്ങന്മാരെ കണ്ടാ മനസ്സിലാക്കാനുള്ള ബോധണ്ടാ എനിക്കത്. കേട്ടോടാ പുന്നാരം ചേട്ടായി പറഞ്ഞുകൊണ്ട് ഫെലിക്സിന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി അലക്സി. ഇവള് ചെയ്ത തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. ഇവള് അച്ഛനോടെല്ലാം പറയാൻ പോയതാ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ. പിന്നെ എന്തായിരുന്നടാ അടച്ചിട്ട് അച്ഛന്റെ പള്ളിമേടക്കകത്ത്? ഫെലിക്സ് വിരൽ ചൂണ്ടി ചോദിച്ചു. ആ വിരലിൽ കയറി പിടിച്ചു അലക്സി. ഇത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണോ ചേട്ടായി? പല്ലുരുമി ദേഷ്യത്തോടെ ചോദിച്ചു അലക്സി. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുമ്പോ ഞാൻ എന്റെ തീരുമാനം അറിയിക്കും, അതനുസരിക്കും നീ. ജോൺ അവൾ നോക്കി കൽപ്പിച്ചു പറയുമ്പോൾ മുഖത്ത് എന്തെന്നില്ലാത്ത ഭയം മൂടുന്ന അറിഞ്ഞു അവൾ. അനർത്ഥം എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആൽബി, എന്റെ കുഞ്ഞെന്താ ഒന്നും പറയാത്തത്? കസേരയിൽ ചാരിയിരിക്കുന്ന തന്റെ വല്യപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി അവൻ. വല്യപ്പച്ച, ഞാൻ തെറ്റുകാരനല്ല. ആ പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ മോൻ പറയാതെ തന്നെ അറിയാം. എന്റെ മോൻ പറയാതെ തന്നെ അറിയാം ഈ വല്യപ്പച്ചന് താൻ തെറ്റൊന്നും ചെയ്യില്ലെന്ന്. അല്ല, ആ പെൺകൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അച്ഛൻ മിടുക്കനല്ലേ. പറയുമ്പോൾ അവനിലെ സമ്മർദ്ദം കുറയ്ക്കാനായി അയാളിൽ കുസൃതി ചിരി നിറഞ്ഞു. വല്യപ്പച്ച വിളിച്ചുകൊണ്ട് അയാളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് നോക്കി ശേഷം പുറത്തേക്ക് നടന്നവൻ. ആൽബർട്ടെ, നിന്റെ പപ്പയും മമ്മിയും, അതായത് എൻ്റെ മോനും മരുമകളും ഒരു ആക്സിഡന്റിലൂടെ ഞങ്ങൾ വിട്ടുപോയപ്പോ നിന്നെ ഗുരുതര പരിക്കുകളോടെയാ ഞങ്ങൾക്ക് കിട്ടിയത്. നിന്റെ ചേച്ചിക്ക് 10ഉം നിനക്ക് 3 വയസ്സാ പ്രായം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലാതെ നീ കിടന്ന കിടപ്പ് കിടന്നപ്പോ നിന്റെ വല്യമ്മച്ചി
അതായത് എന്റെ തെരേസ കൊച്ചു നേർന്നതാ നിന്നെ ജീവനോടെ തിരിച്ചു കിട്ടിയ കർത്താവിന്റെ ദാസനാക്കിക്കൊള്ളാന്ന്. അത് വളർന്നു വന്നപ്പോ നീ നടപ്പാക്കി. എനിക്ക് അന്നും ഇന്നും അതിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വല്യപ്പച്ചന പറയുമ്പോൾ ആ കൈകൾ മുറുകെ പിടിച്ചു ആൽബർട്ട്. ഇപ്പൊ എന്തിനാ വല്യപ്പച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്റെ പൂർണ്ണ സമ്മതത്തോടെയും പ്രാർത്ഥനകളുടെയും ഏറ്റെടുത്ത പദവിയാണ്. എന്റെ ജീവനാണ് പൗരോഹിത്യം. എന്റെ എത്ര വർഷത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് നേടിയെടുത്തതെന്ന് അറിയോ വല്യപ്പച്ചന്? അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വല്യപ്പച്ചന് തോന്നുന്നുണ്ടോ? എന്റെ നിരപരാധത്തെ എനിക്ക് ആരുടെ മുന്നിൽ തെളിയിക്കണ്ട. എന്റെ മനസാക്ഷിക്ക് തെറ്റായതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. അത് പറയുമ്പോൾ ആൽബർട്ടിന്റെ വാക്കുകൾ വിശ്വാസവും ധൈര്യവും നിറഞ്ഞിരുന്നു. അറിയാം, മറ്റാരെക്കാളും നിന്നെ എനിക്ക് വിശ്വാസമാണ്. എന്നാലും ആൽബി, ആ പെൺകുട്ടി ചെയ്തതും തെറ്റാണോ? നീ ആരാണെന്ന് അറിയാതെ എന്നല്ലേ പറഞ്ഞത്? ആരാണെന്ന് അറിഞ്ഞപ്പോ എല്ലാം ഏറ്റുപറയാൻ വന്നതാവും. കേൾക്കാം ആ പെൺകുട്ടിക്കും പറയാനുള്ളത് എന്താന്ന് കൂടി, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. അറിയില്ല, പക്ഷെ എന്നെ പോലെ ഒരാളെ സ്നേഹിക്കരുതായിരുന്നു അവൾ. അവളത് മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് സംശയമുണ്ട്. അവളിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏയ്, സത്യം അറിയാൻ നീ അങ്ങനെയൊന്നും പറയരുതില്ല. എന്തായാലും എല്ലാവരും വരട്ടെ. തീരുമാനം അത് കഠിനമാവും, എന്തും പ്രതീക്ഷിക്കാം. എന്തു വന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വല്യപ്പച്ചനുണ്ട്. പറഞ്ഞവരെ തോളിൽ തട്ടി അയാൾ ചേർത്ത് പിടിച്ചു. നമ്മുടെ നാടിനും സഭക്കും നാണക്കേടുണ്ടാക്കിയ ഈ അച്ഛൻ ഇനി ഈ പള്ളിയിൽ തുടരാൻ പറ്റില്ല. അച്ഛൻ ഈ പട്ട ഒഴിഞ്ഞേ പറ്റൂ. വെളിയിൽ അറിഞ്ഞാൽ നാണക്കേടാ. അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ഇനി സംഭവിച്ചുകൂടാ. ഇത്രയും സൂക്കിയുള്ള ഒരാൾ അച്ഛൻ പട്ടണത്തിൽ പോകരുതായിരുന്നു. 4 ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുറ്റപ്പെടുത്തലുകളിൽ മുഖമുയർത്തിയിരുന്നു ആൽബർട്ട്. മറുഭാഗത്ത് ജൂവൽ. കൈകാലുകൾ തളർന്നു വീണു പോകുമെന്ന് കരുതിയവൾ. ഷെറിനകത്തേക്ക് കയറി വന്ന് ജുവലിന്റെ കൈ പിടിച്ചു. കുറച്ചു മാറി അലക്സ്. ഇയാൾ ഇനി ഈ പള്ളിയിൽ കണ്ടുകൂടാ. ഒരു യോഗ്യതയില്ല ഈ പദവിയിലിരിക്കാൻ. മുറുമുറുപ്പും കുറ്റപ്പെടുത്തലുകളും പല ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ കീറിമുറിക്കുമ്പോൾ നിസ്സായനായി നോക്കി നിൽക്കേണ്ടി വന്നു ആൽബർട്ടിന്. എന്റെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ അഥവാ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഈ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്നാണ് ഉയർന്ന പദവിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അവന്റെ തീരുമാനവും അതാവും. അവൻ അതിനെതിർക്കില്ല. ആര് നോയിക്കൊണ്ട് പറഞ്ഞു വർഗീസ് മാപ്പിള. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ സ്നേഹിച്ച് പറഞ്ഞുകൊണ്ട് കണ്ണുനീരാൽ കുതിർന്ന കൈകൾ കൂപ്പിയവൾ. എന്നാൽ അവന് നോക്കുപോലും ചെയ്തില്ല. അവനിൽ വെറുപ്പ് എന്ന വികാരത്തെ നിറച്ചിരുന്നു. ഈ പദവിയിലിരിക്കാൻ ഞാൻ യോഗ്യനില്ലെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പറയുമ്പോൾ കരഞ്ഞോട് തന്റെ മുമ്പിൽ നിന്നവളെ നോക്കിയ ആൽബർട്ട്. അപ്പോഴത്തെ അവന്റെ ആ തീരുമാനം അവളോടുള്ള കോപമായിരുന്നു. ഒരു ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് ജൂവൽ നോക്കുമ്പോൾ അവന്റെ മിഴികൾ നേരെയായിരുന്നു. അല്ലെങ്കിലും തെറ്റ് ചെയ്യാത്തവന് തലയാഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയവൾ. എന്നാൽ തനിക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്ന് അറിഞ്ഞവൾ. ഞാനെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിച്ചാൽ മതി. ഞാനിപ്പോ പോകുന്നു. ഒലിപ്പിച്ച വാ പോവാം. വർഗീസ് മാപ്പിളയും കൂടി തിരിഞ്ഞാടുന്നു ആൽബർട്ട്. അവന് മുഖം കൊടുക്കാനാവാതെ കണ്ണുകൾ ഇറുക്കി അടച്ച് ജൂവല്. അതെങ്ങനെയാ അച്ചു? അങ്ങനെ അങ്ങ് പോയാലോ? ഈ പെങ്കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അവിടെ കൂടുന്നവരിൽ ഒരാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ജൂവലിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, അവളുടെ വീട്ടുകാരാ. വിവാഹം എന്നൊരു തീരുമാനം വേണ്ട, അതിനെനിക്ക് സമ്മതമല്ല. ഞാനിപ്പോ ഈ നിമിഷം ഈ പദവി ഒഴിഞ്ഞിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മറുപടി കാക്കാതെ പടികൾ ഇറങ്ങിയിരുന്നവൻ. അച്ഛൻ പദവി ഒഴികയോ പട്ട ഉപേക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതയാളുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ എന്റെ തീരുമാനം അറിയിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരോടും മെത്രാനോടായിട്ട് പറയാ. എന്താ ജോണേ, ഇവളുടെ വിവാഹം ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരാളായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നാണ്. എല്ലാവരും അറിയും. ക്ലീറ്റസ്. അയാൾ അത് പറഞ്ഞു ഒരു നിമിഷം തലക്കടിയേറ്റ പോലെ നിന്നുപോയി ജൂവൽ. അപ്പ എന്താ ഈ പറയുന്നത്? ഗുണ്ടായിസോ കഞ്ചാവിട്ട് നടക്കുന്നവനെ കിട്ടിയുള്ളൂ. ഇവളെ പിടിച്ചു കൊടുക്കാം അപ്പന്? അലക്സി ചോദിച്ചു. പിന്നെ ഈ പഴച്ചവളെ കെട്ടാൻ ആര് വരും? രാജകുമാർ വരുമോ? നീ ഒന്നും പറയണ്ട. അവനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിക്കും. ഈ വിവാഹം നടക്കും. ഇതേ നടക്കൂ. തീരുമാനിച്ചത് പുലിക്കാട്ടിൽ ജോൺ ജോസഫാ. അത് കേട്ടതും ഷെറിൻ കൈ മുറുക്കെ പിടിച്ചു. ആൾ വേണ്ട നിർത്തത്തിൽ തലയാട്ടി. എന്നാലും ജോണെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോലെ ഈ തീരുമാനം. മത്തായി ചേട്ടനാണ് അത് ചോദിച്ചത്. ചേട്ടന്റെ മകളുടെ കാര്യം നോക്കിയാൽ മതി. ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. മനസ്സുയോഗത്തിലുള്ള അനുമതി ഇവിടെ നിന്നും കിട്ടിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനെ നടത്തും. അല്ലേടാ ക്ലീറ്റസേ? വാതിൽ കൈകെട്ടി നിൽക്കുന്നവനെ നോക്കി പറഞ്ഞു ജോൺ. ഒടുത്തിരുന്ന മുണ്ടഴിച്ചു വിട്ടുകൊണ്ട് തലയിരിച്ച് ജുവലിനെ നോക്കി ശേഷം അവിടെ അടുത്തായി വന്നു നിന്നു. ഓ, ഇപ്പൊ ഇവിടെ വെച്ച് കെട്ടാനും ഞാൻ തയ്യാറാ പറയുമ്പോൾ കൗശലം നിറച്ച് ഒരു വൃത്തിയായിട്ട് ചിരിയോടെ നോക്കി അവളെ അവൻ. ഇല്ല, എനിക്ക് സമ്മതമല്ല പറഞ്ഞുകൊണ്ട് ഷെറിന്റെ കൈവിട്ട് പള്ളിമുറ്റത്തേക്ക് ഓടിയിറങ്ങിയവൾ. ആൽബിയുടെ കാറ് തിരിഞ്ഞ് ഗേറ്റ് കടന്നു പോകുന്നുണ്ടതും ചുട്ടുപഴുത്തി കിടക്കുന്ന ആ പൂഴിമണ്ണിലൂടെ നഗ്നമായ കാലുകളാൽ കാറിന്റെ പുറകെ ഓടിയിരുന്നവൾ.
ആ കാറ് തന്നിൽ നിന്ന് അകന്നു പോകുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അറിഞ്ഞു. ആ പൂഴിമണിലേക്ക് ഒരു കരച്ചിലോട് ഊർന്നിരുന്ന ജുവൽ തന്നിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാ രീതിയിലും തകർന്നു പോയിരുന്നു ആ പാവം പെണ്ണു. ആരോ തന്റെ കയ്യിൽ പിടിച്ച് ബലമായി ഉയർത്തുന്നു. ആ മണ്ണിലൂടെ വലിച്ചിഴക്കുന്ന അറിഞ്ഞതും അവളിലെ പെണ്ണ് ഉണർന്നിരുന്നു. ആ കൈ ബലമായി പിടിച്ച് ആഞ്ഞു തള്ളി അവൾ. വീഴാനായി തുടങ്ങിയ ക്ലീറ്റസിനെ താങ്ങി നിർത്തി ജോൺ. എന്താടി കിടന്ന് പെടക്കുന്നത്? ഞാൻ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ. നിന്നെ ഇത്രയും നാൾ വളർത്താങ്കി ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം, ഈ ജോണിനറിയാം. പറഞ്ഞുകൊണ്ട് അവിടെ കൈ പിടിച്ച് വലിച്ചു. ശേഷം കാറിന്റെ അടുത്തേക്ക് നടന്നു. പപ്പ വിടവളെ, അതൊരു മനുഷ്യജീവിയാ. ആളുടെ പുറകെ ഓടിച്ചെന്നു അലക്സ്. രൂക്ഷമായിരുന്ന ഓട്ടമായിരുന്നു അതിനുള്ള ഉത്തരം. ആള് വലിച്ച് കാറിലേക്ക് ഇട്ടു. അപ്പോഴും പ്രതീക്ഷയോടെ കണ്ണുകൾ കയറ്റിടന്ന് വെളിയിലേക്ക് പോയിരുന്നു. ആളുടെ പ്രണയം വരുമെന്ന് വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോയിരുന്നു ആ സമയം. ജുവലിന്റെ കൂടെ ഫെലിക്സ് കയറി. ക്ലീറ്റസ് മുന്നിലായിരുന്നു. അലക്സി കയറാൻ തുടങ്ങിയതും ആ കാറ് മുന്നോട്ട് പോയിരുന്നു. അലക്സ്, എനിക്ക് പേടിയാവുന്നു. അവരുടെ ജുവലിന് എന്തെങ്കിലും പറഞ്ഞോട് ഷെറിൻ അവരുടെ കൈ മുറുക്കെ പിടിച്ചു. ഏയ്, ഞാനില്ലേ അവിടെ. അങ്ങനെ അവളുടെ ദേഹത്ത് കൈവക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ പോലൊരു ചെറ്റ കൊടുക്കില്ല ഞാൻ അവളെ. പറഞ്ഞുകൊണ്ട് ബൈക്കുമായി മുന്നോട്ട് കുതിച്ചിരുന്നു അലക്സി. കർത്താവേ, എന്റെ ജീവൻ, അവളൊരു പാവാണ്, കാത്തോണേ. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ചു ഷെറി. സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവരുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും ഒരു ഞെട്ടലോടെ അവനെ തള്ളിയൊരു മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു ജീവൻ. എന്താണ് ഞാൻ തൊടുമ്പോ പൊള്ളുന്നത്? അവൻ ആ അച്ഛൻ തൊടുമ്പോ കുഴപ്പമില്ല നിനക്ക് അല്ലേ? ഫെലിക്സ് പറയുമ്പോൾ അവന് സർവ്വശക്തി എടുത്ത് കൈ ആഞ്ഞു വീശിയവൾ. ഇനി എന്റെ ദേഹത്ത് കൈവച്ച് ഈ കാറിൽ നിന്ന് എടുത്തിയാണ് ഞാൻ. വിരൽ ചൂണ്ടി കത്തുന്ന കണ്ണുകളാൽ നിശ്ചയദാർഢ്യത്തോടെ പറയുന്നവളെ കണ്ടതും അവളിൽ അവന്റെ പിടുത്തമയഞ്ഞു. പിന്നെ നിന്റെ പുഴുവരിക്കുന്ന പിഴച്ച നാവുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ? ഒന്ന് നിർത്തിയ ശേഷം, തെറ്റ് അത് ചെയ്ത ഞാനാ, എന്നെ ശിക്ഷിക്കാം, അല്ലാതെ ഒരു പാവം മനുഷ്യനെ. പറയുമ്പോൾ കണ്ണുനീരാൽ കുതിർന്നവളുടെ മുഖം. 1000 വട്ടം മനസ്സുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചു അവൾ. എടാ മോനെ, നിന്റെ അപ്പൻ ചത്തിട്ടില്ല, അതോർത്തോ നീ. ഡ്രൈവ് ചെയ്യുന്നതിൽ ജോൺ പുറകോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. വീടെത്തി കാർ നിർത്തിയതും അവളുടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി ഫെലിക്സ്. തുടരി തന്നെ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. ശേഷം കൈ തട്ടി തെറിപ്പിച്ച് ജുവൽ. നീ എത്ര നാൾ കാക്കും ജുവൽ? നിന്റെ ഈ വെണ്ണ തോൽക്കുന്ന ശരീരം ഏറിക്കൂടി പോയ ഈ ഒരാഴ്ച, അത് കഴിഞ്ഞാ പിന്നെ ഇവൻ ഈ ക്ലീറ്റസ്തോ ഈ കഴുത്തിൽ മിന്നിട്ടിയാ പിന്നെ ഫസ്റ്റ് ഷോക്ക് കയറുന്ന ഇവനല്ല, അത് ഈ ഫെലിക്സ് ആവും. ഒന്ന് നിർത്തി ശേഷം, എനിക്കറിയാമടി, എനിക്കറിയാടി. അവൻ ആ അച്ഛൻ നിന്നെ തൊട്ടിട്ടില്ല. ഇപ്പോഴും നീ ഫ്രഷ് പീസാണെന്ന് എനിക്കറിയാം. ആദ്യം നിന്നെ രുചിക്കുന്നത് ആദ്യം ഞാൻ തന്നെയാവും. നീ കേട്ടിട്ടില്ലേ ജുവൽ, വെടക്കാക്കി തനിക്കാക്കാന്ന്? അത് തന്നെയാ ഇവിടെ നടന്ന്. ജുവൽ, നിന്നെ ആദ്യം എനിക്ക് വേണം. അതിൻ്റെ ഒരു വാശിയാടി. അവൻ ആർത്തി ചിരിച്ചു. അവളിൽ നിന്ന് അത്രയും കേട്ടതും ദേഹം പൊള്ളിയാടിരുന്ന പോലെ തോന്നിയവൾക്ക്. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഓരോ പടികളും കയറുമ്പോൾ കാലുകൾക്ക് ശക്തി പോരായെന്ന് തോന്നിപ്പോയി ജുവലിന്. വല്യമ്മച്ചിയുടെ കട്ടിലിന് താഴെ മുട്ടുകുത്തി ബെഡിലേക്ക് തലവെച്ച് കിടന്നു. അവളുടെ തലയിലൂടെ തലോടുന്ന അവരുടെ കൈവിറക്കുന്നുണ്ട്. പൊന്നെ, വല്യമ്മച്ചി വിളിച്ചു. അവളൊന്ന് മൂളി. എന്റെ പൊന്നിനെ വേദനിപ്പിച്ചു അല്ലേ? ഏയ് ഇല്ല, പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഒരു തുള്ളി അവരുടെ കവിളിൽ വീണ് തന്റെ കണ്ണുനീരിനെ അവൾ തന്നെ തുടച്ചു. എനിക്ക് നൊന്തില്ല അന്നമ്മോ, പക്ഷെ ഞാൻ കാരണം ആ പാവത്തിന് നൊന്തു. വർഷങ്ങൾ കൊണ്ട് നേടിയെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. അവരുടെ ഇരുകയും കൂട്ടിപ്പിടിച്ച് മുഖത്തേക്ക് ചേർത്ത് അതിൽ ഉമ്മ വെച്ചു. ഞാൻ പാപിയാ അല്ലേ അന്നമ്മോ? എനിക്ക് ആരുമില്ല അന്നമ്മോ. ഞാൻ അറിയാതെ മനസ്സിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അറിയില്ലായിരുന്നു എനിക്ക്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. അന്നമ്മോ, ആ ക്ലീറ്റസിനെ കൊണ്ട് എന്നെ മിന്നട്ടിക്കാൻ പോവാ. സമ്മതിക്കില്ല അന്നമ്മോ ഞാൻ. വാ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം. പറഞ്ഞാൽ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ ജുവൽ. പൊന്നെ, എന്റെ മോള് പോയിക്കോ, എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഇവിടെ നിൽക്കേണ്ട, പോയിക്കോ. പറഞ്ഞുകൊണ്ട് അവരവളെ തള്ളി. അന്നമ്മയില്ലാതെ ഞാൻ ഇവിടെ നിന്നോളാം. എന്റെ മോനാവൻ എന്നെ കൊല്ലുകയോ നോക്കുകയോ ചെയ്തോട്ടെ, എന്റെ പൊന്നു പോയിക്കോ. ഓ, തള്ളയുടെ ബുദ്ധിയുള്ള ഇവള് തൽക്കാലം ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ആ ക്ലീറ്റസായിട്ട് കെട്ടുകല്യാണം നടത്താൻ തീരുമാനിച്ചു ഞങ്ങള്. റീന അവരുടെ അടുത്തായി വന്ന് പറഞ്ഞു. വെറുപ്പോടെ മുഖം വെട്ടിച്ചു അവൾ. എന്താടി ഒരു പുച്ഛം? പിന്നെ നിന്നെ ആര് കെട്ടാൻ വരുന്ന? കുടുംബത്തിന്റെ മാനങ്ങളെ വൃത്തിയിട്ട ജന്തു. റീന, വേണ്ട, എന്റെ കുഞ്ഞിന് സമ്മതമല്ലെങ്കിൽ പിന്നെ എന്തിനാ? അവൾ ഇവിടെ ജീവിച്ചോട്ടെ. അത് നടക്കത്തില്ല അമ്മച്ചി, എനിക്കുണ്ട് പ്രായപൂർത്തിയായ ഒരു മകള്. അവൾ അടുത്ത ആഴ്ച വരും. അതിനുമ്പ് ഈ ജന്തുവിനോട് കെട്ടിട്ടിക്കണം. പറയുമ്പോൾ അവളുടെ മുടിക്ക് പിടിച്ചിരുന്നു റീന. റീന, നീ ഒന്നും മറക്കരുത്. ഇവൾ ഒന്നും ഇല്ലാത്തവളല്ല, അവൾക്ക് കൂടി അവകാശപ്പെട്ടതാ നിങ്ങളെല്ലാവരും കൂടി അനുഭവിക്കുന്നു.
അത് മറക്കരുത്, മറന്നു പോവരുത്. അന്നമ്മ അത് പറഞ്ഞു ആളിനെ പിടിവിട്ടിരുന്നു. ശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. പോകുമ്പോൾ വാതിൽ വലിച്ചടക്കുകയും ചെയ്തു. കുഞ്ഞാ, ഇത്രയായ സ്ഥിതിക്ക് നിനക്ക് ആ കുട്ടിയെ സ്വീകരിച്ചുകൂടെടാ. കൈ പിടിച്ച് ആണ്ടി അത് പറയുമ്പോൾ രൂക്ഷമായിരുന്നു ഓട്ടമായിരുന്നുള്ള അവന്റെ മറുപടി. ഈ ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടാ? ഞാൻ വെറൊരു തമാശക്കല്ല പുരോഹിതനായത്. വർഷങ്ങൾ കൊണ്ടുള്ള കഷ്ടപ്പാടാ ആ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. ഇക്കണ്ട ആളുകൾക്ക് ഒരു ഇടവക മുഴുവൻ വൃത്തിയിട്ടവനാക്കിയത്. അതിനൊരിക്കലും അവൾക്ക് മാപ്പില്ല. എന്നിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ പറയാൻ തോന്നി? ആൽബി, അതല്ലടാ ഈ ചേച്ചി പറയുന്നേ എന്ന് കേൾക്ക്. നീ ഈ അച്ചമ്പട്ടത്തിന് അന്നും ഇന്നും ഇഷ്ടമില്ലാത്തവനാ. വല്യമ്മച്ചിയുടെ നേർച്ച അതൊന്നുകൊണ്ട് മാത്രമേ നീ ഇപ്പോ ഒന്ന് നിർത്തിയ ശേഷം എനിക്ക് ആകെ കൂടിയുള്ള ഒരു പൊന്നാങ്ങളെയാ നീ. എന്നാ ഈ ചേച്ചിക്ക് തെറ്റി ഒരിക്കലുമില്ല. എന്റെ മനസ്സുകൊണ്ട് അത്രയും ആഗ്രഹിച്ചു തന്നെയാ ഞാൻ ഈ പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്ത്. അതുകൊണ്ട് തന്നെയാ ഞാൻ അച്ചമ്പടത്തിന് പോയതും. അതാരുടെ വാക്കിലും പുറത്തിലും നഷ്ടപ്പെടുത്തില്ല. ശരിയാണ്, സഭയ്ക്കിനിലുണ്ടായ വിശ്വാസത്തെ കാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ തോറ്റുപോയി. അപ്പൊ ഞാൻ ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാകുന്നല്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഇനി ഒരു സംസാരം ഇവിടെ വേണ്ട പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയിരുന്ന അവൻ. വലിയപ്പച്ച, ഞാനോർത്തു അവൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കൈ മുറുകെ പിടിച്ചു അവൾ. നീ എന്തൊക്കെയാ ആനിക്കൊച്ച അവനോട് വിളിച്ചു പറഞ്ഞ്? എന്റെ കുട്ടി ചെയ്യാത്ത തെറ്റിനായി ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നു. അവൻ ഇത്രയും നാൾ ആർജിച്ച തപസ്സും മനഃശക്തിയും പ്രാർത്ഥനയും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. അതൊരു പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നിപ്പോയൊരു വികാരത്തിന് വന്ന വില അത് ചെറുതല്ല. അത് മനസ്സിലാവും. അറിയാം, ആരെക്കാളും എനിക്ക് വലിയപ്പച്ചനെ. അപ്പച്ചനും ആഗ്രഹിച്ചിരുന്നില്ലേ അവന്റെ മനസ്സിലെ ഈ ചിന്തയെ വേരോടെ പിഴുതെറിയണമെന്ന്? മോളെ, ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാഗ്രഹമില്ല. അവൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആ മനസ്സാണ് ഒരു പുരോഹിതന്റെ മനസ്സ്. അവിടെ മറ്റുള്ള ചിന്തകൾക്കും വികാരങ്ങൾക്കും ഇടയില്ല. ആ കുട്ടി വലിയപ്പച്ചൻ കണ്ടോ? മിടിക്കുകയാണോ? ആളെ പറ്റി ചോദിക്കുമ്പോൾ ആനയുടെ മിഴികൾ വിടർന്നു. നീ എന്താ കൊച്ചേ, അച്ഛന് പെണ്ണാലോചിക്കാൻ പോവാണോ? ഒരു കുഞ്ഞിനെയും തോളത്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരുന്നവനെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. അതുകൊണ്ട് ഒരു ചിരിയോടെ അയാൾ സോഫയിലേക്ക് ഇരുന്നു. നീ ചോദിച്ചാ കളിയാക്കണ്ട കേട്ടോ. എന്തായാലും അവന്റെ പട്ടം പോയപ്പോ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. മാത്രമല്ല ആ കുട്ടി അതിന്റെ അവസ്ഥ എന്താവും? അതും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ വലിയപ്പച്ചൻ പറഞ്ഞ്? ആരൊക്കെയോ കൂടി ചതിച്ചല്ലേ അതിനെ? എന്റെ കൊച്ചെ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവൾക്ക് കയറി ഗോളടിക്കാൻ കണ്ട സമയം. ഇതിപ്പോ ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടാ. അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അറിയാലോ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പൊന്ന് ഉപദേശിച്ചതാ ഇതിൽ നിന്നൊന്നും മാറ്റിയെടുക്കാൻ. അന്ന് മാറാത്ത അവൻ ഇന്ന് മാറുമോ? അവന് തൽക്കാലം ഒന്നിനും നിർബന്ധിക്കേണ്ട. വരുന്ന പോലെ വരട്ടെ. ഇനിയും സമയമുണ്ടല്ലോ. ആദ്യം ഈ പ്രശ്നം തീർക്കട്ടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാരി ജോയൽ. കണ്ണിൽ സൂര്യപ്രകാശം അടിച്ചതും മുഖം തുടച്ച് കണ്ണി ചിമ്മി എഴുന്നേറ്റു. നിലത്തിരുന്ന് കട്ടിൽ തലവെച്ച് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു ജുവൽ. ഉറങ്ങിക്കിടക്കുന്ന അന്നമ്മയുടെ മുടിയിലൂടെ തലോടി. ദേഹത്തെ തണുപ്പ് കൈകളിലൂടെ അരിച്ചിറങ്ങിയതും കണ്ണൊന്ന് പിടഞ്ഞു. അന്നമ്മോ, എഴുന്നേറ്റേ, ഞാൻ മുഖമായി കഴുകിത്തരാം. ഇങ്ങനെ കടന്നാ എങ്ങനെയാ? ആ കാവലിൽ തലോടി. പിന്നെ ചുണ്ടമർത്തി. ആ നെഞ്ചിലൂടെ മിന്നിമാഞ്ഞ ഭയത്തെ മുഖത്ത് കാണിക്കാതെ അവളൊന്ന് ചിരിച്ചു. അന്നമ്മോ, അവള് കുലുക്കി വിളിച്ചു. ദേഹനെ പേടിപ്പിക്കാനാണ് ഭാവെങ്കിൽ മിണ്ടില്ല ഞാൻ. ആ ക്ലീറ്റസിന്റെ കൂടെ അങ്ങ് പോവും, കേട്ടല്ലോ? അയ്യേ, മൂത്രം കുഴിച്ച് നാശാക്കി വെച്ചിരിക്ക. അല്ലെങ്കിലും ജുവലിന് ഇവിടെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കുകയാണല്ലോ പറഞ്ഞുകൊണ്ട് വാതിൽ കയറി നടന്നു. പിന്നെ ചുവരിൽ ഊർന്നിരുന്നു. അന്നമ്മോ, എഴുന്നേൽക്കില്ല അല്ലേ? അറിയാം, ഞാൻ ചെയ്ത പാപം അതിനുള്ള ശിക്ഷയാണ് അന്നമ്മോ. ആയിക്കോട്ടെ പറയുകയും മുട്ടുകാലിടയിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്ന് തന്റെ അന്നമ്മയുടെ മരവിച്ച ശരീരത്തിനെ കാവലായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.